ട്രെയിൻ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ബ്രൗണി കൊടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ ഞാൻ രാവിലെ. ആലപ്പുഴയിലേക്ക് ഒരു ബ്രൗണി കൊറിയർ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് ആളെന്നെ കോൺടാക്ട് ചെയ്തത്. പക്ഷേ കൊറിയർ ചെയ്ത് കയ്യിൽ കിട്ടാനുള്ള ഒരു ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ട്രിവാൻഡ്രത്താണ് വീട്. അങ്ങോട്ടേക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടിടത്തേക്ക് നമ്മൾ അയച്ചാലും ചിലപ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം. അതുകൊണ്ട് ആ റിസ്ക് ഞാൻ എടുത്തില്ല. പോകുന്ന വഴിക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആൾ പറയുന്നത് അവർ ട്രെയിനിലാണ് പോകുന്നതെന്ന്. എന്നാൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തേക്കാമെന്ന് ഞാനും കരുതി. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഈ ബ്രൗണിയും കൊണ്ട്. സ്കൂട്ടറിൽ പോകാൻ എന്തിനാ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് ഇറങ്ങിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ലേറ്റ് ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്കൂട്ടറിൽ പോയത്. മൺഡേ മോർണിംഗ് ആയിട്ട് നല്ല തിരക്കായിരുന്നു റോഡിൽ. പക്ഷേ ഞാൻ നേരത്തെ ചെന്നതുകൊണ്ടാണോ എന്നറിയില്ല. ട്രെയിൻ 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നത്. അങ്ങനെ ഞാനും എൻ്റെ ബ്രൗണിയും കാത്തുനിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. ട്രെയിനിൽ പോയി വലിയ പരിചയമില്ലെങ്കിലും ഞാൻ ചെന്ന് നിന്ന സ്ഥലം എന്തായാലും കറക്റ്റ് ആയിരുന്നു. ഒരുപാടൊന്നും തിരക്കി നടക്കേണ്ടി വന്നില്ല. ആളെ കണ്ടുപിടിച്ച് ബ്രൗണിയും കൊടുത്ത് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂരി മസാല കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് കയറിയതെങ്കിലും അത് കിട്ടിയില്ല. മസാല ദോശയാണ് കിട്ടിയത്. ഈ ദോശ ഐറ്റംസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാലും വിശപ്പ് കൊണ്ടോന്നൊന്നും അറിയില്ല. നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. അത് ഫുൾ ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.